ഹലോ. കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണേലും കഴിക്കാനായിട്ടൊരു നൊസ്റ്റാൾജിയാണ്. കുറച്ച് കൂർക്ക എടുത്ത് ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് വെള്ളം പറ്റുന്നത് വരെ വേവിച്ചെടുത്തു. ചൈനീസ് പൊട്ടേറ്റോസ് എന്നാണ് കൂർക്കേനെ പറയുന്നത്. ഇനി ഇത് താളിക്കാനായിട്ട് കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം. കൂർക്ക വെന്ത ചട്ടിയിൽ നിന്ന് കൂർക്ക മാറ്റിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യണം, മൊരിയണ്ട. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി ചില്ലിയും ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വെന്ത കൂർക്കയും എടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. താളിപ്പിന് ഉപ്പ് കുറവായിരിക്കും, അതുകൊണ്ടിട്ടാണ് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തത്. അടച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലബ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഓഫ് സീസണാണ് ഇപ്പോൾ കൂർക്കയുടെ. സീസണ് വരുന്ന കൂർക്കയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി നമുക്കൊരു ചാറ് കറി വേണം. അപ്പോൾ അതിന് 2 പൊന്തം കായ എടുത്ത് പച്ചമുളകിട്ട് വേവിച്ചെടുത്തു. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ച് ഒപ്പം തന്നെ ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു 10-15 കൊച്ചുള്ളി നേരിയതായിട്ട് അരിഞ്ഞ് അതുകൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് വാടി വന്നപ്പോഴേക്കും അതിലേക്ക് വേപ്പിലയും ഉണക്കമുളകും ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് വെന്ത കായും പച്ചമുളക് ചേർത്ത് വെന്ത കായും കൂടെ ചേർത്ത് അതിലേക്ക് തൈരും തേങ്ങയും ജീരകവും കൂടി അടിച്ചതും ഒപ്പം വെളുത്തുള്ളി കൂടി അടിച്ചിട്ടുണ്ട് ഇതിൽ, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് ചെറിയ ചെറിയ കൊമളകൾ വന്നപ്പോഴേക്കും തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഊണിന് കറി കൂർക്ക, ചാറുണ്ട്, ഒരു അച്ചാറുണ്ട്, പാവയ്ക്കാണ് അച്ചാർ, മുട്ടയും. എൻജോയ്.